മോദി മാജിക് ഇല്ലെങ്കിലും ഹാട്രിക്കിൽ ഹിറ്റായി ബിജെപി. ലൈവ് എക്സിലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ടുകൾ. എക്സിറ്റ് പോളുകൾ കാറ്റിൽ പറത്തി ഹരിയാനയിൽ താമരത്തിളക്കം. ഹാട്രിക് ജയത്തിൽ ബിജെപി 48 സീറ്റ് നേടി ഒറ്റയ്ക്ക് അധികാരത്തിലേക്ക്. കശ്മീരിൽ ഭരണം പിടിച്ച ഇന്ത്യ സഖ്യം. PDP നാമാവശേഷമായി. ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയാകും. കാനൽ ഒരു തരിയായി തരിഗാമി. ഭരണവിരുദ്ധ വികാരം മുതലാക്കാനാകാതെ കോൺഗ്രസ്. ജാട്ടിതര വോട്ടുകൾ കൈവിട്ടു. ഹൂഡയിലൂന്നിയ പ്രചാരണവും പാളി. ഫലപ്രഖ്യാപനം വൈകിപ്പിച്ചു എന്നാരോപിച്ച് കമ്മീഷനും പരാതി. അമിത ആത്മവിശ്വാസത്തിനേറ്റ തിരിച്ചടിയെന്ന് കേജ്രിവാൾ. ആവേശത്തോടെ BJP ക്യാമ്പ്. പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ മോദി. കോഴിക്കോട് തിരുവമ്പാടിയിൽ KSRTC ബസ് പുഴയിലേക്ക് മറിഞ്ഞ അപകടം. 2 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. പുഴയിൽ തെരച്ചിൽ. അന്വേഷണത്തിന് ഉത്തരവിട്ട് ഗതാഗത മന്ത്രി. ADGP RSS കൂടിക്കാഴ്ചയിൽ സഭ നിർത്തിവെച്ച് ചർച്ച. സർക്കാരിനെ കടന്നാക്രമിച്ചു VD സതീശൻ. RSS ADGP കൂടിക്കാഴ്ച മുഖ്യമന്ത്രി പറഞ്ഞിട്ട് ആരോപണങ്ങൾ വസ്തുതാ വിരുദ്ധമെന്ന് MP രാജേഷ്. സർക്കാരിന് വ്യക്തമായി മറുപടിയില്ലെന്ന് പ്രതിപക്ഷം. സഭ ബഹിഷ്കരിച്ചു. യുദ്ധക്കളമായി തലസ്ഥാനം. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് UDYF-ന്റെ നിയമസഭാ മാർച്ച്. സർവശ്രീ മാത്യു കുഴൽനാടൻ, IC ബാലകൃഷ്ണൻ, അൻവർ സാദത്ത്, സജീവ് ജോസഫ് എന്നീ അംഗങ്ങളെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ അവകാശ ലംഘനത്തിന്റെയും പെരുമാറ്റച്ചട്ട ലംഘനത്തിന്റെയും സഭയുടെ അന്തസ്സിന് നിരക്കാത്ത പ്രവർത്തനത്തിന്റെയും പേരിൽ ശക്തമായി താക്കീത് ചെയ്യാൻ ഈ സഭ തീരുമാനിക്കുന്നു എന്ന പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നു. നിയമസഭയിലെ കയ്യാങ്കളിയിൽ പ്രതിപക്ഷ MLA-മാർക്കെതിരെ നടപടി. മാത്യു കുഴൽനാടൻ, IC ബാലകൃഷ്ണൻ, അൻവർ സാദത്ത്, സജീവ് ജോസഫ് എന്നിവർക്ക് താക്കീത്. സ്പീക്കർക്കെതിരെ അധിക്ഷേപകരമായ മുദ്രാവാക്യം മുഴക്കിയെന്ന് പ്രമേയം. MLA-മാർ സഭാ ചട്ടങ്ങൾ ലംഘിച്ചെന്ന് ആരോപണം. P. വിജയൻ ഇന്റലിജൻസ് മേധാവി. നിയമനം മനോജ് എബ്രഹാം മാറുന്ന ഒഴിവിൽ. പോലീസ് അക്കാദമിയുടെ ചുമതല A. അക്ബറിന്. ഗവർണറെ വെല്ലുവിളിച്ച് സർക്കാർ. ചീഫ് സെക്രട്ടറിയും DGP-യും ഗവർണർക്ക് മുൻപാകെ ഹാജരാകില്ല. ഉദ്യോഗസ്ഥരെ വിളിപ്പിച്ച നടപടി തെറ്റെന്ന് മുഖ്യമന്ത്രിയുടെ കത്ത്. ഗവർണർ വിളിപ്പിച്ചത് മലപ്പുറം പരാമർശത്തിൽ വിശദീകരണം തേടി. ഓം പ്രകാശ് പ്രതിയായ ലഹരി കേസിൽ ശ്രീനാഥ് ഭാസിയെയും പ്രയാഗ മാർച്ചിനെയും ഉടൻ ചോദ്യം ചെയ്യും. സ്റ്റേഷനിൽ ഹാജരാകാൻ നോട്ടീസ്. താരങ്ങൾ ഹോട്ടലിലെത്തിയത് ലഹരി വിരുന്നിൽ പങ്കെടുക്കാനെന്ന് പോലീസ്. ഓം പ്രകാശിനെ പരിചയപ്പെടുത്തിയത് സുഹൃത്തെന്ന് താരങ്ങൾ. കൊൽക്കത്തയിലെ RG കർ ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കൂട്ടരാജി. 50ഓളം സീനിയർ ഡോക്ടർമാർ രാജിവെച്ചു. കൂട്ടരാജി. സമരം ചെയ്യുന്ന ജൂനിയർ ഡോക്ടർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. 10 വർഷത്തിനു ശേഷം നടന്ന ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിച്ച ഇന്ത്യ സഖ്യം. ഹരിയാനയിൽ തുടർച്ചയായ 3-ാം തവണയും BJP താമര വിരിയിച്ചു. ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് പാർട്ടി 41 വിജയിച്ചപ്പോൾ കോൺഗ്രസ് 6 CPM മത്സരിച്ച ഏക സീറ്റിൽ മുഹമ്മദ് യൂസഫ് തരിഗാമിയും വിജയിച്ചു. BJP 29 വിജയിച്ചു. അതേസമയം ഹരിയാനയിൽ വൻ ട്വിസ്റ്റുകൾക്കൊടുവിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരം ഉറപ്പിച്ചിരിക്കുകയാണ് BJP. എക്സിറ്റ് പോൾ ഫലങ്ങളും വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറിലെ ട്രെൻഡും നിഷ്പ്രഭമാക്കിയാണ് കുരുക്ഷേത്ര ഭൂമിയിൽ BJP തുടർച്ചയായ 3ാമതും ഭരണം ഉറപ്പിച്ചത്. ഹരിയാനയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ 10 സീറ്റുകൾ അധികം നേടി ചരിത്രത്തിലെ വലിയ വിജയമാണ് BJP സ്വന്തമാക്കിയത്. ഭരണവിരുദ്ധ വികാരവും ഗുസ്തി താരങ്ങളുടെ പ്രശ്നങ്ങളുമെല്ലാം അനുകൂലമായി വരുമെന്ന വിലയിരുത്തലിന് വലിയ വിലയാണ് കോൺഗ്രസ് നേതൃത്വം നൽകേണ്ടി വന്നത്. ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് വിജയിച്ചതും കഴിഞ്ഞ തവണത്തേക്കാൾ 5 സീറ്റുകൾ അധികം നേടിയെന്നതൊഴിച്ച് മറ്റൊന്നും നേതൃത്വത്തിന് അവകാശപ്പെടാനില്ല. अभी सारे रिजल्ट नहीं आए हैं।
एक एक चीज निकल के आ रही है। पहले हमारा भी पीछे चल रहा था, लेकिन हम भी लीड में आए हैं, तो अभी रिजल्ट चल रहे हैं, अभी क्लियर नहीं हुआ। जब सर्टिफिकेट हाथ में आएगा तो कांग्रेस पार्टी की सरकार बनेगी। राजनीति में कंटिन्यू रहेंगे या फिर खेल के तब भी देख सकते हैं? राजनीति में अगर आगे तो continue रखेंगे, लोगों ने प्रेम दिया है, उनके लिए काम भी करना पड़ेगा। ऐसा तो है नहीं कि हम लोग कर सकते हैं। कांग्रेस का इलेक्शन का आरोप लगा रहे हैं। आप वोट करने दो एक बार। हाँ। शहर की बात नहीं है, चुनाव विधानसभा के जो प्यार प्रेम दिया है, जितनी उम्मीद मुझे हर एक वोट को मैं चाहती हूँ कि हर एक वोट को सुना चाहिए जिन्होंने मेरे पे वोट जताई है। मैं स्पोर्ट्स पर्सन हूँ, जितना होता है मैं स्पोर्ट्स दूंगी, और मैं एक फील्ड में सीमित नहीं रहना चाहती। हर फील्ड के लोगों ने, हर किसान का मेरे हैं, चाहे नौजवान हैं, सभी ने मेरे को वोट दिया है, तो सभी की जो जिम्मेदारियां हैं वो मैं बखूबी निभाने की कोशिश। ഹരിയാന നൽകുന്നത് നിരാശയാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് ആശ്വാസമാകുന്നതാണ് ജമ്മു കാശ്മീർ ജനവിധി. 10 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ തങ്ങളുടെ സർക്കാരിനെ ജനങ്ങൾ പ്രഖ്യാപിച്ചു. നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തെ കൈപിടിച്ച് ഭരണത്തിലെത്തിക്കുകയാണ് ജനങ്ങൾ. 2014 തെരഞ്ഞെടുപ്പിൽ നിറമങ്ങിയ നാഷണൽ കോൺഫറൻസ് പാർട്ടി ഇത്തവണ 42 സീറ്റുകൾ നേടിയാണ് അധികാരത്തിലേറുന്നത്. जीत की उम्मीद है, बाकी अल्लाह ताला तक है। और जो जम्मू कश्मीर के वोटरों ने फैसला किया है, आज दोपहर तक सारा पता चल जाएगा। कितनी उम्मीद रखेंगे कि ट्रांसपेरेंसी होगी? ट्रांसपेरेंसी तो होनी चाहिए। ट्रांसपेरेंसी की हम उम्मीद क्यों ना रखें? जमहूरियत में बिना ट्रांसपेरेंसी का क्या फायदा? जो भी होगा वो ट्रांसपेरेंट तरीके से होना चाहिए, और लोगों का जो मैंडेट है उसके साथ छेड़छाड़ होनी नहीं चाहिए। अगर लोगों का मैंडेट बीजेपी के खिलाफ निकला तो बीजेपी को फिर इसमें कोई जुगाड़ और वो इस तरह की हरकतें करनी नहीं चाहिए। राजभवन को और मरकज की हुकूमत को जिस तरह हम लोगों का फैसला तस्लीम करते हैं। സഖ്യത്തിൽ 32 മത്സരിച്ച കോൺഗ്രസ് 6 CPM മത്സരിച്ച ഏക സീറ്റിൽ മുഹമ്മദ് യൂസഫ് തരിഗാമിയും വിജയിച്ചു. കോൺഗ്രസിനെ സംബന്ധിച്ച് 2014 ലഭിച്ച സീറ്റുകളുടെ എണ്ണത്തിലും വോട്ട് വിഹിതത്തിലും വലിയ ഇടിവ് സംഭവിച്ചു. സഖ്യത്തിനില്ലാതെ ഒറ്റയ്ക്ക് മത്സരത്തിനിറങ്ങിയ മെഹബൂബ മുഫ്തിയുടെ PDPക്കും കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നു. ഇത്തവണ മകൾ ഇത്തിജ മുഫ്തിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട PDPക്ക് ആകെ 3 സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാനായത്. ഇത്തിജ മുഫ്തിയും നാഷണൽ കോൺഫറൻസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് മുന്നിൽ വീണു. അതേസമയം ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ ആം ആദ്മിക്ക് ഒരു വിജയം സ്വന്തമാക്കാനായത് നേട്ടമായി. ഡോഡ മണ്ഡലത്തിൽ നിന്നും മെഹ്റാജ് മാലിക്ക് 4538 വോട്ടുകൾക്കാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. ഹരിയാനയിൽ കോൺഗ്രസിന് ആന്റി ക്ലൈമാക്സ്. ജാട്ട് വോട്ടുകളിൽ അമിത പ്രതീക്ഷ അർപ്പിച്ചതും ഹൂഡ കരുത്ത് കാട്ടുമെന്ന് വിശ്വസിച്ചതും കോൺഗ്രസിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. പാർട്ടിയിലെ അനൈക്യവും ചേരിപ്പോരും കോൺഗ്രസിന് പ്രതികൂലമായി. അതേസമയം ഭരണവിരുദ്ധ വികാരം തിരിച്ചറിഞ്ഞ് ഗൃഹപാഠം നടത്തിയതും രാഷ്ട്രീയ പരിഹാരക്രിയകളും BJPയെ തുണച്ചു. അമിത ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയിൽ നിന്ന് പരാജയത്തിന്റെ ആഴക്കയങ്ങളിലേക്കാണ് കോൺഗ്രസ് കൂപ്പുകുത്തിയത്. വോട്ടെണ്ണി തുടങ്ങിയപ്പോൾ പാർട്ടി ആസ്ഥാനത്ത് മേളവും മധുര വിതരണവും. പിന്നീടത് പരാജയത്തിന്റെ കയ്പുനീരായി. കർഷക പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ, ഭരണപരാജയങ്ങൾ, ഇങ്ങനെ നിരവധി കാരണങ്ങളുണ്ടായിട്ടും എന്തുകൊണ്ട് BJPയെ മലർത്തിയടിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല? കാരണങ്ങൾ പലതാണ്. ഉൾപാർട്ടി പോര്, നേതൃതലത്തിലെ അനൈക്യം. ഭൂപിന്ദർ സിംഗ് ഹൂഡയും കുമാരി ഷെൽജയും ഭരണവിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിച്ചു. അസ്വാരസ്യങ്ങൾ പരിഹരിക്കുന്നതിൽ ഹൈക്കമാൻഡും പരാജയപ്പെട്ടു. ജാതി വോട്ടുകൾ വിധി നിർണയിക്കുന്ന ഭൂമികയിൽ സമവാക്യങ്ങളൊന്നും കോൺഗ്രസിന് തുണച്ചില്ല. ജാട്ട് വോട്ടുകളിൽ കണ്ണുവച്ചപ്പോൾ ദളിത് വിഭാഗത്തിന്റെ അടക്കം ഇതര വോട്ടുകൾ ഒലിച്ചുപോയി. പ്രാദേശിക പാർട്ടികളായ JJPയും INLDയും ഭരണവിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിച്ചു. ഗ്രാമീണ മേഖലയിലെ ജാട്ട് വോട്ടുകളിൽ ഒരു പങ്ക് JJPയും പെട്ടിയിലാക്കി. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങളും പാളി. ദേശീയ തലത്തിലെ BJPയുടെ പോരായ്മകൾ ഉയർത്തിക്കാട്ടിയപ്പോൾ ഹരിയാന സംസ്ഥാനത്തിന്റെ വികസനത്തിലൂന്നിയുള്ള ചർച്ചകൾ കാര്യമായി ഉണ്ടായില്ല. കർഷക പ്രശ്നങ്ങളിലും തൊഴിലില്ലായ്മയിലും ഫലപ്രദമായ പരിഹാരമെന്തെന്ന് വോട്ടർമാരെ ബോധ്യപ്പെടുത്താനും കഴിഞ്ഞില്ല. ബ്രാൻഡ് മോഡിക്കൊപ്പം BJP പ്രാദേശിക വിഷയങ്ങളും ചർച്ചയാക്കി. ഖട്ടറെ മാറ്റി സൈനിയെ മുഖമാക്കിയപ്പോൾ കർണാലിലും കുരുക്ഷേത്രയിലും ഇത് നേട്ടമായി. ജാട്ട് വോട്ടുകളുടെ ഒഴുക്ക് പിടിച്ചു നിർത്താനും ഇതര വോട്ടുകൾ സ്വാധീനിക്കാനും BJPക്കായതാണ് വിജയ ഫോർമുല. ലോക്സഭയിലെ 5-5 എന്ന ബലാബലത്തിൽ നിന്ന് ഹരിയാനയിൽ ഹാട്രിക് വിജയത്തിലേക്ക് BJP. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ BJPയുടെ ആത്മവിശ്വാസത്തിന് ഹരിയാന ശക്തമായ അടിത്തറയാകും. ഇന്ത്യ സഖ്യത്തിന് കശ്മീരിലെ രുചിക്കിടയിൽ ഹരിയാന കയ്പ് നീരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18.
കൂടുതൽ വിശകലനങ്ങളുമായി MJ മിഥുൻ ചേരുന്നു. മിഥുൻ, എക്സിറ്റ് പോളുകൾ പരിപൂർണമായിട്ട് തെറ്റിയ ഒരു റിസൾട്ടിലേക്ക് എത്തുമ്പോൾ അത് BJP ക്യാമ്പിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. മോദി മാജിക് എടുത്തു പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഒരു ഹാട്രിക് എത്തിക്കാനായി എന്നുള്ളത് ചെറിയ ആത്മവിശ്വാസമല്ല. ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം പശ്ചാത്തലത്തിൽ കൂടി ഈ വിജയം സമ്മാനിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള വിലയിരുത്തലുകളിലേക്ക് കടക്കാൻ പാർട്ടിയെ അത് നിർബന്ധിതമാക്കുന്നു ഹരിയാനയിൽ? അപർണ, ഹരിയാനയെ സംബന്ധിച്ച് വലിയ വിജയം സ്വന്തമാക്കുമെന്നായിരുന്നു എക്സിറ്റ് പോളുകൾ എല്ലാം തന്നെ പ്രവചിക്കുകയും ചെയ്ത്. അതുതന്നെയാണ് നമ്മൾ രാവിലെ മുതൽ ഈ വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ തന്നെ കാണാൻ സാധിക്കുകയും ചെയ്തു. അത്തരത്തിൽ മധുരം വിളമ്പിയും ഡോലക്കുകൾ കൊട്ടിയും ഒക്കെ തന്നെ ആഹ്ലാദ പ്രകടനവുമായി ഈ ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകർ രംഗത്തിറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് തുടക്കത്തിലേ കാണാൻ സാധിച്ചത്. പക്ഷേ പിന്നീട് കാര്യങ്ങൾ അങ്ങ് മാറി മറയുകയായിരുന്നു. വലിയ ട്വിസ്റ്റാണ് ഹരിയാന സംബന്ധിച്ച് ഉടലെടുക്കുകയും ചെയ്തത്. പിന്നീട് BJP മെല്ലെ മെല്ലെ അവരുടെ ലീഡ് ഉയർത്തിക്കൊണ്ട് 48 സീറ്റുകൾ, നിലവിൽ 48 സീറ്റുകളിലേക്ക് അവർ വിജയിച്ചു കയറുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. കഴിഞ്ഞ തവണ 40 സീറ്റാണ് കിട്ടിയെങ്കിൽ 8 സീറ്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് വീണ്ടും തുടർച്ചയായ 3ാം തവണയും കുരുക്ഷേത്ര ഭൂമിയിൽ അധികാരത്തിലെത്താൻ BJPക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വം പല ഘട്ടങ്ങളിലും ഒക്കെ തന്നെ വിചാരിച്ചിരുന്നത് ഈ രീതിയിൽ, അതായത് കർഷക പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ ഈ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധവും അവിടെ ഉണ്ടായ സംഭവവികാസങ്ങളും, ഒപ്പം തന്നെ തൊഴിലില്ലായ്മ, ഭരണവിരുദ്ധ വികാരം, ഇതെല്ലാം തന്നെ തങ്ങളുടെ പെട്ടിയിലേക്ക് വോട്ടായി മാറുമെന്നുള്ളൊരു കരുതൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു വിലയിരുത്തൽ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ വലിയ രീതിയിൽ തിരിച്ചടിയാവുകയും ജാട്ട് വോട്ടുകളിൽ വലിയ രീതിയിൽ ഭിന്നത ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. ജാട്ട് വിഭാഗത്തിൽ നിന്നുള്ള JJP, ഒപ്പം തന്നെ INLD തുടങ്ങിയ പാർട്ടികൾ ഈ വോട്ടുകൾ ഭിന്നിപ്പിക്കുകയും ചെയ്തു. അതോടുകൂടി കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ വലിയ രീതിയിൽ മങ്ങലേൽക്കുകയും ചെയ്തു. ഒപ്പം തന്നെ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 6 സീറ്റുകൾ അധികം നേടി എന്നതൊഴിച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം, അതായത് വലുതായിട്ട് എടുത്തു പറയാൻ മറ്റൊന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മറ്റൊന്ന്, ഇത്തവണ ഈ ഒരു ഹരിയാന എന്ന് പറയുന്ന സംസ്ഥാനത്ത് വിജയിച്ചാൽ ഇനി അടുത്ത വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളുണ്ട്. ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പുണ്ട്, ഒപ്പം തന്നെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയാണ്. ഈ ഘട്ടത്തിൽ ഈ ഹരിയാനയിൽ നേടുന്ന വിജയം വലിയ ആത്മവിശ്വാസമായിരിക്കും കോൺഗ്രസ് നേതൃത്വത്തിനും ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിലും നൽകാൻ പോകുന്നു എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം തന്നെ മങ്ങലേൽപ്പിക്കുന്നതാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിക്കുകയും ചെയ്തത്. പക്ഷേ അവിടെ BJPയുടെ ഒരു സാധ്യത എന്ന് പറയുന്നത് BJP ഈ കണക്കുകൂട്ടലെല്ലാം മുൻനിർത്തിക്കൊണ്ട് തന്നെ കൃത്യമായി OBC വിഭാഗത്തിൽ നിന്നും ഒപ്പം തന്നെ പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള വോട്ടുകൾ അവരുടെ പാളയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കൃത്യമായ പരിഹാര ക്രിയകൾ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ എടുത്തു പറയേണ്ടത്. അത് വിജയിക്കുകയും ചെയ്തു. സൈനിക വിഭാഗത്തെ ഒപ്പം നിർത്തുന്നതിന് വേണ്ടി മനോഹർലാൽ ഖട്ടറെ 6 മാസം മുമ്പ് മാറ്റി നയാബ് സൈനിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. അവിടെ വലിയ രീതിയിൽ അസ്വാരസ്യങ്ങൾ BJPയിൽ ഉടലെടുക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ കോൺഗ്രസ് പാളയത്തിലേക്ക് വോട്ടായി മാറും, ഒരു ഭരണവിരുദ്ധ വികാരം ജനിപ്പിക്കും. അത് കോൺഗ്രസിന് വീണ്ടും അധികാരത്തിലേക്ക് വരാനുള്ളൊരു തുടർച്ചയായി അത് കാണും എന്ന് അവർ വിലയിരുത്തിയെങ്കിൽ അത് തിരിച്ചടിച്ചു. അവിടെ BJP കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെച്ച ആ ഒരു ഫോർമുല അത് തികച്ചും സൈനിക വിഭാഗത്തെ ഒപ്പം നിർത്തുകയും ഒപ്പം തന്നെ OBC വോട്ടുകൾ ഒരുമിച്ച് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളൊരു ആ ഒരു ഘടന അല്ലെങ്കിൽ ആ ഒരു ഘടകം അത് കൂടുതൽ അനുകൂലമായി മാറി എന്നുള്ളതാണ് ഹരിയാനയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. ഒപ്പം തന്നെ മറ്റ് ഒന്ന് കശ്മീരിലെ കശ്മീരിലെ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. 10 വർഷത്തിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വളരെ സമാധാനപൂർവ്വമായിരുന്നു അവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന് പറയുന്നത്. 63.68% പേർ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയ ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയായിരുന്നു ഈ കഴിഞ്ഞു പോവുകയും ചെയ്തു. അത്തരത്തിൽ സമാധാനപൂർണ്ണമായി നടന്ന ആ ഒരു തെരഞ്ഞെടുപ്പ് അവിടെ നാഷണൽ കോൺഫറൻസ് പാർട്ടിയാണ് ഏറ്റവും വലിയ മേൽക്കൈ നേടിയത് എന്നുള്ളതാണ്. കാരണം 2014 ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അവർക്ക് 12 സീറ്റുകൾ മാത്രമായിരുന്നു നേടാനായതെങ്കിൽ ഇത്തവണ അത് 42, അതായത് കോൺഗ്രസ് NC സഖ്യം നേടിയ 49 സീറ്റുകളിൽ 42 സീറ്റുകളിലും വിജയിക്കാൻ നാഷണൽ കോൺഫറൻസ് പാർട്ടിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒപ്പം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് 6 എടുത്ത്, അവിടെ 32 എടുത്ത് മത്സരിച്ച കോൺഗ്രസിന് 6 എടുത്ത് മാത്രമേ വിജയിക്കാനായുള്ളൂ. കഴിഞ്ഞ തവണ 12 സീറ്റുകളിൽ വിജയിച്ച കോൺഗ്രസ് ആണ് ഇത്തവണ 6ലേക്ക് ചുരുങ്ങുകയും ചെയ്ത് 18.68% വോട്ട് വിഹിതമുണ്ടായിരുന്ന കോൺഗ്രസിന് ഈ വിജയം വലിയ ആഹ്ലാദ പ്രകടനമാണ് അല്ലെങ്കിൽ ആഹ്ലാദമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ പോലും കോൺഗ്രസിനെ സംബന്ധിച്ച് വോട്ട് വിഹിതത്തിൽ 12% കുറയുകയും ചെയ്തു. അത്തരത്തിൽ വലിയ തിരിച്ചടി കോൺഗ്രസിനെ സംബന്ധിച്ച് കശ്മീരിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വസ്തുതയായിട്ടുള്ള കാര്യം. ഒപ്പം തന്നെ CPMനെ സംബന്ധിച്ച് അവിടെ ഏക സീറ്റിലായിരുന്നു മത്സരിച്ചത് മുഹമ്മദ് യൂസഫ് തരിഗാമി. ഇത്തവണയും 5ാം തവണയും തുടർച്ചയായി അദ്ദേഹം വിജയിച്ച് കയറുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോയി. അതേസമയം 2014 ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 28 സീറ്റുകളുമായി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ
PDP ഇത്തവണ 3 സീറ്റുകളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. മെഹബൂബ മുഫ്തിയുടെ മകൾ ഇത്തിജ മുഫ്തിയുടെ നേതൃത്വത്തിലായിരുന്നു ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇത്തിജ മുഫ്തിയും 8000-ലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുന്നതാണ് കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അങ്ങനെ 3 സീറ്റുകളിലേക്ക് അവർ ചെയ്യുന്നു. ഒപ്പം തന്നെ ആം ആദ്മിക്ക് ഇത്തവണ ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് അവർ ആദ്യമായിട്ടാണ് അവിടെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അവിടെ 1 സീറ്റ് സ്വന്തമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും. ഡോഡ മണ്ഡലത്തിൽ മെഹ്റാജ് മാലിക്കാണ് 4500ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറുകയും ചെയ്തത്. അങ്ങനെ ജമ്മു കാശ്മീർ താഴ്വരയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിന് സാധിച്ചുവെങ്കിൽ ജമ്മുവിൽ കൃത്യമായ ആധിപത്യം പുലർത്താൻ BJPക്ക് സാധിച്ചു എന്ന കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തവണ അവർക്ക് 25 സീറ്റുകളാണ് അവിടെ ജയിച്ചെങ്കിൽ ഇത്തവണ ജമ്മു മേഖലയിൽ മാത്രം 29 സീറ്റുകൾ നേടാൻ BJPക്ക് സാധിച്ചു. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 4 സീറ്റുകൾ അധികം നേടാൻ BJP നേതൃത്വത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതും ഒപ്പം തന്നെ അവിടുത്തെ പിന്നീടുള്ള സമാധാന അന്തരീക്ഷം കൊണ്ടുവരുന്നതിന് വേണ്ടി ഏറ്റവും വലിയ പങ്കുവഹിച്ചത് BJP ആണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവർ ഇത്തവണ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേട്ടത്. അതൊക്കെ തന്നെ ജനങ്ങൾ കണ്ടില്ല എന്നുള്ളതാണ്. നാഷണൽ കോൺഫറൻസ് പാർട്ടിയും ഒപ്പം തന്നെ കോൺഗ്രസിനെയും അവർ കൈപ്പിടിച്ച് ഭരണത്തിലേക്ക് ഏറ്റുന്നതാണ് ജമ്മു കാശ്മീരിലെ ഒരു രാഷ്ട്രീയം. മിഥുൻ, ഹരിയാനയിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സെയ്നി മാജിക് വഴി OBC വോട്ടുകളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ടുള്ള ഒരു ഹാട്രിക്കിലേക്ക് എത്തുമ്പോൾ BJP മുന്നോട്ട് വെക്കുന്ന ഒരു ചിത്രമുണ്ട്. അത് മോദി മാജിക് ഇല്ലെങ്കിലും വിജയം നേടാനാകും എന്നുള്ള ഒരു പുതിയ തന്ത്രം ഹരിയാനയിൽ പയറ്റുന്നു. അതൊരു വലിയ വിജയത്തിലേക്ക് എത്തുന്നു. ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ആ ഒരു തന്ത്രത്തിലേക്കാണോ, ആ ഒരു അജണ്ടയിലേക്കാണോ കടക്കാൻ പോകുന്നത് പാർട്ടി എന്നൊരു ചോദ്യം കൂടി അവിടെയുണ്ട്. അങ്ങനെയുള്ള ഒരു വിലയിരുത്തലുകൾ കൂടി ഈ നിമിഷത്തിൽ നടത്തപ്പെടുന്നുണ്ടോ? അപ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടുമെന്നായിരുന്നു എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തപ്പോൾ നമ്മൾ കാണുകയും ചെയ്തു. പക്ഷേ പിന്നീട് കണ്ടത് ഇന്ത്യ സഖ്യത്തിന്റെ ഒരു മുന്നേറ്റം. ഇന്ത്യ സഖ്യം നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് ഒരു വലിയ വിജയം നേടുന്നത് നമ്മൾ കാണാൻ സാധിക്കുകയും ചെയ്തു. 234 എന്ന വലിയ രീതിയിൽ ലീഡ് നില ഉയർത്തുകയും സീറ്റ് നേടുകയും ചെയ്തൊക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ്. അങ്ങനെ ഒരു മോദി പ്രഭാതത്തിന് മങ്ങലേറ്റു എന്നൊക്കെ പിന്നീട് പറയുകയും ചെയ്തു. അതിനുശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്ന ഈ ഹരിയാന ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ്. അവിടെ ഹരിയാനയാണ് ഏറ്റവും പ്രധാനമായും അവർ നോക്കിക്കാണുകയും ചെയ്ത് അതിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും തന്നെ കോൺഗ്രസ് ക്യാമ്പും ഒക്കെ വലിയ ആത്മവിശ്വാസത്തോടെ കണ്ടത് എക്സിറ്റ് പോളിനെ തന്നെയായിരുന്നു. കാരണം വലിയ വിജയം നേടും, 56 മുതൽ 62 സീറ്റുകൾ വരെ നേടുമെന്നുള്ള എക്സിറ്റ് പോളുകളും ഉണ്ടായിരുന്നു. അങ്ങനെ ഇല്ല എങ്കിൽ പോലും തന്നെ ഒരു 50 സീറ്റ് വരെയെങ്കിലും നേടി 10 വർഷത്തിന്റെ BJP ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിന് അധികാരത്തിലേക്ക് വരാമെന്ന് കരുതിയെടുത്തതെന്നാണ് ഈ സെയ്നി മാജിക്കിലൂടെ. ഒപ്പം തന്നെ അവർ കൃത്യമായി അവർ വെച്ചു പുലർത്തിയ ഒരു കാര്യമുണ്ടായിരുന്നു. ജാട്ട് വിഭാഗ വോട്ടുകൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും അവർ ഈ ജാട്ട് വിഭാഗത്തെ വോട്ടുകൾ അവർക്ക് ലഭിക്കില്ല എന്ന് അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ നോൺ ജാട്ട് വോട്ടുകൾ അവരുടെ പാളയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യമായിരുന്നു ഇത്തവണയും അവർ വെച്ചു പുലർത്തിയത്. അത് കൃത്യമായ ആ പ്ലാൻ അവർ തയ്യാറാക്കിയതുപോലെ തന്നെ നടത്താൻ സാധിച്ചു എന്നുള്ളതാണ്. അതായത് OBC വിഭാഗത്തിന് 40% വോട്ടുകൾ ഈ പറയുന്ന ഹരിയാനയിലുണ്ട്. അതിൽ തന്നെ 5% സൈനി വിഭാഗത്തിനാണ്. പ്രബല വിഭാഗമാണ് സൈനി വിഭാഗം. ആ 5% ഒരു വിള്ളലുണ്ടാക്കാൻ എന്തായാലും സാധിക്കില്ല എന്നുള്ളൊരു വിലയിരുത്തലുണ്ടായിരുന്നു. ഒപ്പം തന്നെ മറ്റ് OBC വോട്ടുകൾ എൻ ബ്ലോക്കായി ഈ BJPക്ക് വോട്ട് ചെയ്യുമെന്ന് അവർ കരുതിയെങ്കിൽ പോലും തന്നെ അതിൽ നിന്ന് വിപുലമായി അതിൽ മുഴുവൻ വോട്ട് ലഭിച്ചില്ല എങ്കിൽ പോലും തന്നെ ഈ ജാട്ട് വോട്ടുകളിൽ JJPയും ഒപ്പം തന്നെ INLDയും കോൺഗ്രസിന്റെ വിമതരും ഉണ്ടാക്കിയ ആ ഒരു ചലനം, ആ ഒരു ഭിന്നിപ്പ്, അത് BJPക്ക് കൂടുതൽ അനുകൂലമാവുകയും ചെയ്തു എന്നുള്ളതാണ്. എന്തായാലും ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മഹാരാഷ്ട്ര ഒപ്പം തന്നെ ജാർഖണ്ഡ് എന്നിവയാണ്. അവിടെയെല്ലാം തന്നെ BJP തന്നെയാണ് പ്രധാന കക്ഷി. മഹാരാഷ്ട്രയിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്ക് മറുപടി കൊടുക്കാൻ വേണ്ടിയാണ് ഇത്തവണ ദേവേന്ദ്ര ഫട്നാവിസിന്റെ നേതൃത്വത്തിലുള്ള BJP അവിടെ മത്സരത്തിനിറങ്ങുന്നത്. ജാർഖണ്ഡിൽ നമുക്കറിയാം ഹേമന്ത് സോറനെ പരാജയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യവുമായാണ് BJP ഇത്തവണ ഇവിടെ ഇറങ്ങുന്നത്. കാരണം ഹേമന്ത് സോറനെ ജയിലിലടക്കിയെന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു ഈ ഭൂമി കുംഭകോണ കേസുമായി ബന്ധപ്പെട്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം നിൽക്കുമ്പോൾ ഇവിടെ രണ്ടിടത്തും വിജയിച്ച് കയറാനെന്ന ഒരു ആത്മവിശ്വാസം കൂടി ലഭിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം കൂടിയാണ് ഈ ഹരിയാനയിൽ നിന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും മോദി പ്രഭാവം മാറിയെങ്കിൽ പോലും തന്നെ വിജയിച്ച് കയറാൻ BJPക്ക് സാധിക്കുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്തവണത്തെ ഹരിയാന തെരഞ്ഞെടുപ്പ് വിധി. MJ മിഥുൻ വിശകലനങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കൊൽക്കത്ത RG കർ ആശുപത്രിയിലെ 50ഓളം സീനിയർ ഡോക്ടർമാർ രാജിവെച്ചു. 5 ദിവസമായി സമരത്തിലുള്ള ജൂനിയർ ഡോക്ടർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് രാജി. സുരക്ഷിതവും സമാധാനപൂർണവുമായ പഠനം, ജോലി സൗകര്യങ്ങൾ ഒരുക്കിത്തരണം എന്നാവശ്യപ്പെട്ടാണ് ജൂനിയർ ഡോക്ടർമാരുടെ സമരം. ഷംന വിവരങ്ങളുമായി ചേരുന്നു. സമര വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനോ എല്ലാം ഒടുവിൽ അത് കൂടുതൽ ശക്തമാകുന്നു എന്നുള്ളൊരു കാഴ്ച കാണുന്നു. ഡോക്ടർമാരുടെ സമരം അതേത് തരത്തിലാണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ?
അപർണ, നമുക്കറിയാം കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ജൂനിയർ ഡോക്ടർ അതിക്രൂരമായി ബലാത്സംഗം കൊല ചെയ്യപ്പെടുന്നത്. അതിനുശേഷം സമാനതകളില്ലാത്ത ഒരു പ്രതിഷേധത്തിന്, സമരങ്ങൾക്കാണ് കൊൽക്കത്ത പിന്നീട് സാക്ഷ്യം വഹിച്ചത്. ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച്, അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ സീനിയർ ഡോക്ടർമാരും രംഗത്തെത്തിയിരിക്കുന്നത്. 50ഓളം സീനിയർ ഡോക്ടർമാരാണ് ഇപ്പോൾ RJ കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും രാജിവെച്ചിട്ടുള്ളത്. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ഈ നീതി ഉറപ്പാക്കണം, അല്ലെങ്കിൽ തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം പരിഗണിക്കപ്പെടണം, അത് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ജൂനിയർ ഡോക്ടർമാർ നിരാഹാര സമരത്തിലാണ്. ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് തരുന്നത് വരെ, അല്ലെങ്കിൽ നീതി ഉറപ്പാക്കുന്നത് വരെ, മരണം വരെ നിരാഹാര സമരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിട്ടാണ് ഈ സമരത്തിന് ഇറങ്ങിയത്. എന്നിട്ടും 5 ദിവസം കഴിഞ്ഞിട്ടും അതിൽ കാര്യമായ ഒരു നടപടിയും ഉണ്ടായില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ സീനിയർ ഡോക്ടർമാർ രംഗത്തെത്തിയിരിക്കുന്നത്. പ്രധാനമായും ഇവർ പറയുന്ന കാര്യം, സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികൾക്കും മെഡിക്കൽ കോളേജുകൾക്കും കേന്ദ്രീകൃത റഫൽ സംവിധാനം ഒരുക്കണം. അതുപോലെ കിടക്ക ഒഴിവുകൾ അറിയാൻ നിരീക്ഷണ സംവിധാനം നടപ്പിലാക്കണം. CCTV, ഓൺ കോൾ റൂമുകൾ, ശുചിമുറികൾ എന്നിവയ്ക്ക് ആവശ്യമായ വ്യവസ്ഥകൾ ഉറപ്പാക്കാൻ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കണം. ആശുപത്രികളിൽ പോലീസ് സംരക്ഷണം ഉറപ്പുവരുത്തണം. ഒരു വനിതാ ഡോക്ടറുടെ സ്ഥിരം നിയമനം ഉണ്ടായിരിക്കണം. ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെയും ഒഴിവുകൾ നികത്തണം. ഇത്തരം ആവശ്യങ്ങൾ ഊന്നി പറയുന്നുണ്ട്. ഈ ആവശ്യങ്ങൾ നിർബന്ധമായും പരിഗണിക്കപ്പെടണം എന്നുകൂടി ഈ ഒരു രാജിക്ക് പിന്നാലെ ഇവർ ഉന്നയിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്നലെയും ഇന്നുമായി ഏകദേശം 15ഓളം ഡോക്ടർമാർ, ഈ ജൂനിയർ ഡോക്ടർമാരുടെ കൂടെ തന്നെ ഈ സീനിയർ ഡോക്ടർമാർ 15ഓളം ഡോക്ടർമാർ നിരാഹാര സമരത്തിൽ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 50ഓളം ഡോക്ടർമാരുടെ രാജി. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം CBI കുറ്റപത്രം സമർപ്പിച്ചിരുന്നു കോടതിയിൽ. അത് ഈ സഞ്ജയ് റോയ് എന്ന ഈ പ്രധാന പ്രതിയെ മാത്രം, ഒരാൾ മാത്രമാണ് പ്രതി, അല്ലെങ്കിൽ ഈ ഒരു പ്രതിയെ മാത്രം ചേർത്തുകൊണ്ടായിരുന്നു CBI കുറ്റപത്രം സമർപ്പിച്ചത്. ഇതിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് വീണ്ടും കൊൽക്കത്തയിൽ ഉണ്ടായിരുന്നത്. നേരത്തെ സുപ്രീം കോടതി പറഞ്ഞിരുന്നു, ഈ യുവ ഡോക്ടർമാർ സമരം അവസാനിപ്പിച്ച് തിരികെ ജോലിയിലേക്ക് പ്രവേശിക്കണം. ഈ ആളുകളുടെ ആരോഗ്യകരമായ ഒരു കാര്യം കൂടിയാണ്. അത് പരിഗണിച്ചുകൊണ്ട് ഈ യുവ ഡോക്ടർമാർ സമരം അവസാനിപ്പിച്ച് ജോലിയിൽ തിരികെ പ്രവേശിക്കണമെന്ന് നേരത്തെ തന്നെ സുപ്രീം കോടതി പറഞ്ഞിരുന്നു. എന്നാൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് പിന്നീടും കൊൽക്കത്തയിൽ പ്രതിഷേധം അരങ്ങേറിയത്. അതിനുശേഷം ഇടയ്ക്ക് വെച്ചൊരു ശമനം ഉണ്ടായെങ്കിൽ പോലും യുവ ഡോക്ടർമാർ സമരത്തിൽ നിന്നും പിന്തിരിഞ്ഞ്, അല്ലെങ്കിൽ പ്രതിഷേധ പരിപാടികളിൽ നിന്ന് പിന്തിരിഞ്ഞ് ജോലിയിൽ പ്രവേശിക്കാൻ സന്നദ്ധത അറിയിച്ചെങ്കിൽ പോലും പിന്നീട് ഈ സഞ്ജയ് റോയെ മാത്രം പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ വീണ്ടും പ്രതിഷേധങ്ങൾക്ക് ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ മെഡിക്കൽ അസോസിയേഷൻ നാളെ രാജ്യവ്യാപകമായിട്ട് നിരാഹാര സമരം നടത്തുന്നു. അത് വലിയ തരത്തിലുള്ള ഒരു നിരാഹാര സമരത്തിന്റെ സൂചനയാണെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഒരു വലിയ ഒരു സമരത്തിലേക്ക് കൂടി ഇതിനൊപ്പം കളമൊരുങ്ങുന്നുണ്ട്. ആ ഒരു സമരാഹ്വാനം കൂടി ഏത് തരത്തിലാണ് കൊൽക്കത്തയിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്കെല്ലാം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നിമിഷത്തിൽ? തീർച്ചയായും അപർണ, ഇത് കൊൽക്കത്തയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രതിഷേധമോ സമര പരിപാടിയോ അല്ല. നമുക്കറിയാം, കഴിഞ്ഞ മാസം കേരളത്തിലടക്കം, സംസ്ഥാനത്തിലടക്കം എല്ലാ ഡോക്ടർമാർക്കും, അല്ലെങ്കിൽ എല്ലാ ആരോഗ്യ മേഖലയിലെ എല്ലാ പ്രവർത്തകരും സമരത്തിന് ഇറങ്ങിയിരുന്നു മുൻപ്. ഇപ്പോൾ അത് നിരാഹാര സമരത്തിലേക്ക് കൂടി കടക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ചെറിയൊരു പ്രതിഷേധമല്ല. നേരത്തെ തന്നെ കൊൽക്കത്തയിൽ ബംഗാൾ സർക്കാരിനെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. സുപ്രീം കോടതിയിൽ നിന്ന് വരെ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് നേരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഉണ്ടായിരുന്നത്. കൃത്യമായി FIR ഇട്ടില്ല, അല്ലെങ്കിൽ FIR ഇട്ടതിന് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ അത് വൈകിപ്പിച്ചു മനഃപൂർവ്വം തുടങ്ങിയ ആരോപണങ്ങളും ഒക്കെ ഉയർന്നിരുന്നു. അതിൻ്റെ ഒക്കെ പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഈ ഒരു പ്രതിഷേധം, അല്ലെങ്കിൽ ഈ സമരം അത് കൂടുതൽ ശക്തിപ്പെടുന്നത്. എന്തായാലും കൊൽക്കത്തയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ പ്രതിഷേധം എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല ചെയ്യപ്പെട്ട ഒരു യുവ ഡോക്ടറുടെ കൊലപാതകം അത് മാസങ്ങൾ പിന്നിട്ടിട്ടും ആ ഒരു തീ അണയുന്നില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ വിദ്യാർത്ഥികൾ, സ്കൂൾ സ്റ്റുഡൻസ് മുതലുള്ള വിദ്യാർത്ഥികൾ, രക്ഷിതാക്കളൊക്കെ ഈ സമര രംഗത്തുണ്ട്, പ്രതിഷേധ പരിപാടികളുമായി രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അത്ര പെട്ടെന്ന് ഒരു കെടുന്ന ഒരു തീ അല്ല എന്ന് വേണം അപർണ മനസ്സിലാക്കാൻ. ഷംന വിവരങ്ങൾ നൽകിയത്. ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച ചർച്ച ചെയ്ത നിയമസഭ. ADGP RSS അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ കണ്ടത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഇക്കാര്യത്തിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്നും ഇപ്പോഴത്തെ അന്വേഷണം ആണെന്നും പ്രഹസനമാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. നിങ്ങൾ ഈ ഉദ്യോഗസ്ഥന്മാരെ കയറൂരി വിട്ട് ഇപ്പോഴും സംരക്ഷിച്ച് ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. ഒരു നടപടിയും ആൾക്കെതിരെ എടുത്തിട്ടില്ല.
അയാൾ ഈ പോലീസ് സംവിധാനത്തിൽ ഇരുന്നുകൊണ്ട് ഈ കേസുകളെല്ലാം അട്ടിമറിക്കും. അന്വേഷണങ്ങൾ മുഴുവൻ പ്രഹസനമാണ് സാർ. അതുകൊണ്ട് ഇത് വളരെ ഗൗരവതരമായ, ഇത് നമ്മുടെ സംസ്ഥാനത്തെ ബാധിക്കുന്ന, നിങ്ങളുടെ പൊയ്മുഖങ്ങളാണ് അഴിഞ്ഞു വീണത്. നിങ്ങൾ RSS നേതാക്കന്മാരെ കാണാൻ ഈ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ നിങ്ങൾ വിട്ടു. നിങ്ങളൊരു പഴയ DGPയെ വിട്ടല്ലോ നിങ്ങൾ അമിത്ഷായെ കാണാൻ. ആവശ്യത്തിന് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണ്ട. എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ ഇത് പോവും സാർ. ഇത് കേരളത്തിന് അപകടകരമായ രീതിയിൽ പോകുന്നു. ഇവര് RSS ആയിട്ട് ബന്ധപ്പെട്ട ഞങ്ങൾക്ക് എന്താ 77 RSSും സംഘപരിവാറും നിങ്ങൾ കൂടി ഒരുമിച്ച് മത്സരിച്ചപ്പോ 140-ൽ 111 സീറ്റുമായി CPI കൂടി ഉണ്ടായി. നമുക്കെതിരെയാണ് ഇവര് മത്സരിച്ചത്. RSSുമായിട്ട് ചേർന്ന് നമ്മൾ 111 സീറ്റുമായിട്ട് അധികാരത്തിൽ തിരിച്ചു വന്ന ഒരു കാലമുണ്ട്. നിങ്ങൾ RSSുമായിട്ട് കൂടിയാലൊന്നും ഞങ്ങൾക്ക് പേടിയില്ല. പക്ഷെ കേരളത്തിന് ദോഷകരമായി ബാധിച്ചാൽ ഈ സംസ്ഥാനത്തെ രക്ഷിക്കാൻ ഞങ്ങൾ ഉണ്ടാകും എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഇത് തീക്കളിയാണ്, നിങ്ങൾ ചെയ്യുന്നത് തീക്കളിയാണ് എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശ വിവാദവും പ്രതിപക്ഷം ഉന്നയിച്ചു. PR ഏജൻസിയോട് ഇക്കാര്യം വിളിച്ചു ചോദിക്കാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായില്ല. എന്ത് ദേശവിരുദ്ധ പ്രവർത്തനമാണ് മലപ്പുറത്ത് നടന്നതെന്ന് വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഹിന്ദു ഒരു റിപ്ലൈ എടുക്കുന്നു. ആ റിപ്ലൈയിലാണ് കേസൺ എന്ന് പറയുന്ന ഏജൻസിയാണ് ഹിന്ദുവിനെ അപ്രോച്ച് ചെയ്തത്. ഹിന്ദു കൺവെൻഷണൽ പത്രമാണ്, വാർത്ത കൺഫേം ചെയ്യാതെ സാധാരണ ഇടില്ല. അവർ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ കൂടെ 2 പേർ കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ്സ്മാർ ഉണ്ടായിരുന്നു, 2 പേരുണ്ടായിരുന്നു. അവരാണ് എഴുതി തന്നത്, റിട്ടൺ എഴുതി തന്നത് ഈ അഡീഷണൽ ആയിട്ടുള്ള ഈ സാധനം കൂടി കൊടുക്കണം. അതിനവർ കാരണം പറഞ്ഞത് സെപ്റ്റംബർ 21-ാം തീയതിയിലെ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഞങ്ങൾ എഴുതി തരുന്നത് എന്ന് പറഞ്ഞ് അവർ കൊടുത്തു എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി നിഷേധിച്ചു. എനിക്ക് PR ഏജൻസി ഇല്ല. ആരോ മറ്റേ TK ദേവകുമാറിന്റെ മകൻ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, വേറൊരു ആരോ ഒരാൾ കയറി വന്നു. ആരാ? ഈ ഇന്റർനാഷണൽ PR ഏജൻസിയുടെ ഹെഡ് വിനീത് ഹണ്ടെ. ആര്? നമ്മുടെ മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക്. നമ്മുടെ ആരെങ്കിലും മുറിയിലേക്കാണെങ്കിൽ പിന്നെ നമുക്ക് വിശ്വസിക്കുക. ഈ പോലീസിന്റെ റിംഗ് റൗണ്ട് എല്ലാം നടത്തി അനുമതി കിട്ടി മുഖ്യമന്ത്രി ഇന്റർവ്യൂ ചെയ്യുന്നതിന്റെ കൂടെ ചെന്ന് നിന്നു. അല്ലേ ഹിന്ദു പറഞ്ഞത്? നിഷേധിച്ചില്ലല്ലോ. ആരോ ഒരാൾ മുഖ്യമന്ത്രി ഹിന്ദു ലേഖിക്ക് ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ തൊട്ടടുത്ത് കൈയും കെട്ടി പരിചയമില്ലാത്ത ഒരാൾ ഈ പിണറായി വിജയന്റെ അടുത്ത് നിന്നെന്ന് പറയാം. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് അക്കാര്യത്തിലൊക്കെ നല്ല ബഹുമാനമുള്ളത്. ഒരാൾ നിൽക്കൂല. അത് ഏജൻസിയാണ്. നിങ്ങൾ എത്ര മൂടി വെക്കാൻ ശ്രമിച്ചാലും, നിങ്ങളൊരു PR ഏജൻസി ഏൽപ്പിച്ചിരുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഹിന്ദുവിനോട് അങ്ങോട്ട് ചോദിച്ചിട്ടാണോ ഇന്റർവ്യൂ കൊടുക്കുന്നത്? അങ്ങോട്ട് ചോദിച്ച് ഹിന്ദുവിന് മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് എങ്കിൽ. മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ ഇനിയും തന്നെ ഒരു പാകിസ്ഥാൻ എന്ന മുദ്രാവാക്യം വിളിച്ചവരാണ് കോൺഗ്രസുകാരെന്ന KT ജലീലിന്റെ പരാമർശം പ്രതിപക്ഷ ബഹളത്തിനിടയാക്കി. ഗോൾവർക്കറുടെ ചിത്രത്തിന് മുന്നിൽ തൊഴുതു നിന്നില്ലേ എന്ന് പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ച KT ജലീൽ RSS വിരുദ്ധതയ്ക്ക് അവാർഡ് ഏർപ്പെടുത്തിയാൽ അത് നൽകേണ്ടത് പിണറായി വിജയനാണെന്നും ചർച്ചയിൽ പറഞ്ഞു. ജനസംഘവും കോൺഗ്രസുമാണ് അന്ന് അതിശക്തമായി മലപ്പുറം ജില്ലാ രൂപീകരണത്തെ എതിർത്തത്. എന്തായിരുന്നു കോൺഗ്രസ് ജാഥ നടത്തി പറഞ്ഞത്? മലപ്പുറം ജില്ലയിലുടനീളം മലപ്പുറം ജില്ല വന്നാൽ താനൂര് കടപ്പുറത്ത് പാകിസ്ഥാന്റെ പടക്കപ്പലെത്തും. അന്നാണ് CH മുഹമ്മദ് കോയ സാഹിബ് താനൂരിൽ ചേർന്ന വമ്പിച്ച സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്, മലപ്പുറം ജില്ല വന്നാൽ താനൂര് കടപ്പുറത്ത് പാകിസ്ഥാന്റെ പടക്കപ്പലെത്തുമെന്നാണ് ഇവിടെ ചില ആളുകൾ പറയുന്നത്. എന്നാൽ ഞാൻ അവരെ ഓർമ്മിപ്പിക്കട്ടെ, എങ്ങാനും മലപ്പുറം ജില്ല രൂപീകരിക്കുകയും എന്താണ് സാർ ഇത്? അദ്ദേഹം എന്തിനും പ്രകോപിതരാവേണ്ട കാര്യം എന്താ? പ്രതിപക്ഷ സംസാരിച്ചോട്ടെ. അടുത്ത പ്രതിപക്ഷ അതിന്റെ പ്രസംഗം ഉണ്ടല്ലോ, അദ്ദേഹം പറയട്ടെ. യെസ്, അങ്ങ് സംസാരിച്ചോ. യെസ് ശ്രീ കടകംപള്ളി പ്ലീസ്, അദ്ദേഹം സംസാരിക്കട്ടെ. സാർ, മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെടുകയും പാകിസ്ഥാന്റെ പടക്കപ്പൽ താനൂര് കടപ്പുറത്ത് വരികയും ചെയ്താൽ ആ കപ്പലെത്തുക അറബിക്കടലിന്റെ വിരുമാറിലൂടെയായിരിക്കും. അറബിക്കടലിന്റെ വിരുമാറിൽ വെച്ച് പാകിസ്ഥാന്റെ പടക്കപ്പലിനെ തോൽപ്പിക്കാൻ പണ്ഡിറ്റ്ജി ഇന്ത്യയുടെ നാവികപ്പടക്ക് കഴിയില്ലെങ്കിൽ ആ നാവികപ്പട അങ്ങോട്ട് പിരിച്ചുവിട്ടേക്കൂ, ജില്ല ഞങ്ങൾക്ക് വേണം എന്ന് CH പ്രഖ്യാപിച്ചു. CH അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് CHന്റെ മകൻ പറയട്ടെ. ഞാൻ വെല്ലുവിളിക്കുന്നു. CHന്റെ പ്രിയപ്പെട്ട മകൻ മുനീർ സാഹിബ്, ഞാൻ CHന്റെ എല്ലാ പ്രസംഗങ്ങളും വായിച്ചിട്ടുണ്ട്. മുനീർ സാഹിബെ, ഞാൻ CHന്റെ എല്ലാ എഴുതപ്പെട്ട ലേഖനങ്ങളും വായിച്ചിട്ടുണ്ട്.
ഞാൻ വെറുതെ പറയുന്നതല്ല. PK ബഷീർ വായിച്ചിട്ടേ ഉണ്ടാവില്ല ഒന്നും. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ കാര്യം അറിഞ്ഞുകൊള്ളണം എന്നില്ല. സൗണ്ട് അറസ്റ്റ് ആയതിനാൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി പാർലമെന്ററി കാര്യമന്ത്രി MP രാജേഷാണ് ഉപക്ഷേപത്തിന് മേലുള്ള ചർച്ചയ്ക്ക് മറുപടി നൽകിയത്. ADGP RSS കൂടിക്കാഴ്ചയിൽ അസ്വാഭാവികതയില്ലെന്ന് അജിത് കുമാർ മൊഴി നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി MP രാജേഷ് നിയമസഭയിൽ പറഞ്ഞു. എല്ലാ നേതാക്കളെയും കണ്ട പോലെയാണ് RSS നേതാക്കളെ കണ്ടതെന്നാണ് മൊഴി. വ്യക്തിപരമായ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയാണ് കണ്ടതെങ്കിൽ സർവീസ് ചട്ട ലംഘനമാണ്. ദുരന്തമുഖത്ത് വന്ന ആളുകളുമായി ADGP സംസാരിച്ചതിനെ മറ്റൊരു തരത്തിൽ ഉന്നയിക്കുന്നത് കൃത്യമായ ലക്ഷ്യത്തോടെയാണെന്നും MP രാജേഷ് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതിനിടെ ഭരണപക്ഷം ബഹളമുണ്ടാക്കി. ഭരണപക്ഷ നടപടി മര്യാദകേടാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ADGP RSS കൂടിക്കാഴ്ചയിൽ വ്യക്തമായ മറുപടി സർക്കാരിനില്ലെന്ന് പ്രതിപക്ഷ നേതാവും വ്യക്തമാക്കി. ഒടുവിൽ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. നിയമസഭയിൽ ഇന്നലെ നടന്ന പ്രതിപക്ഷ കയ്യാങ്കളിയിൽ 4 MLA-മാർക്കെതിരെ നടപടി. മാത്യു കുഴൽനാടൻ, അൻവർ സാദത്ത്, സജീവ് ജോസഫ്, IC ബാലകൃഷ്ണൻ എന്നിവരെയാണ് സഭ ശക്തമായി താക്കീത് ചെയ്തത്. പാർലമെന്ററി കാര്യമന്ത്രി MP രാജേഷ് അവതരിപ്പിച്ച പ്രമേയം ശബ്ദവോട്ടോടെ സഭ പാസാക്കുകയായിരുന്നു. പ്രമേയത്തെ അതിശക്തമായി എതിർക്കുന്നു എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ നിലപാട്. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം വിശദീകരിക്കാൻ ചീഫ് സെക്രട്ടറിയെയും പോലീസ് മേധാവിയെയും രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്താനുള്ള ഗവർണറുടെ നീക്കം വെട്ടി സർക്കാർ. രാജ്ഭവനിലേക്ക് പോകേണ്ടെന്ന് ഉദ്യോഗസ്ഥർക്ക് സർക്കാർ നിർദ്ദേശം നൽകി. സർക്കാരിനെ അറിയിക്കാതെ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുന്നത് നിയമപ്രകാരമല്ലെന്ന് കാണിച്ച് മുഖ്യമന്ത്രി ഗവർണർക്ക് കത്തയച്ചു. കോഴിക്കോട് തിരുവമ്പാടി കാളിയാമ്പുഴയിൽ KSRTC ബസ് പുഴയിലേക്ക് മറിഞ്ഞ് 2 മരണം. കട്ടപ്പഞ്ചാൽ സ്വദേശി വേലങ്കുന്നേൽ വാസുവിന്റെ ഭാര്യ കമല, ആനക്കാമ്പൊയിൽ പടിഞ്ഞാറക്കര തോയിലിൽ ത്രേസ്യ എന്നിവരാണ് മരിച്ചത്. 30ഓളം പേർക്ക് പരിക്കേറ്റു. ഇതിൽ 4 പേരുടെ നില ഗുരുതരമാണ്. 50 യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത്. അപകടത്തിൽ അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ KSRTC CMD യോട് ഗതാഗത വകുപ്പ് മന്ത്രി ആവശ്യപ്പെട്ടു.